നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വാർത്തകളിലേറെ നിറഞ്ഞു നിന്നത് അതിജീവിതയുടെ അഭിഭാഷക എന്ന് പറയപ്പെടുന്ന അഡ്വക്കേറ്റ് ടി.ബി. മിനിയുടെ വിചിത്രമായ നിലപാടുകളാണ്. ഈ കേസിൽ സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ തന്നെ നിയമിച്ചിരുന്നു. അഡ്വക്കേറ്റ് രാജകുമാർ ആയിരുന്നു ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വന്നിരുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉള്ള സമയത്ത് തന്നെ അതിജീവിതയ്ക്ക് എങ്ങനെയാണ് മറ്റൊരു അഭിഭാഷക എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. ചാനൽ ചർച്ചകളിലുമൊക്കെ അഡ്വക്കേറ്റ് ടി.ബി. മിനി പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതിജീവിതയുടെ അഭിഭാഷക എന്നുള്ള പേരിലായിരുന്നു. അതിജീവിതയുടെ നിയമോപദേഷ്ടാവ് എന്ന് പറഞ്ഞിരുന്നത് പിന്നെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ ഉള്ളപ്പോൾ പിന്നെ അഭിഭാഷക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിജീവിത ഇവർക്ക് ഈ കേസ് നടത്താൻ വക്കാലത്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇനിയും അറിയില്ല. കോടതി വിധി വന്നതിൻ്റെ പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ജഡ്ജി ഹണി എം വർഗീസ് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് ടി.ബി. മിനിയെക്കുറിച്ചായിരുന്നു ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ പോലും ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോകാൻ ഒരുങ്ങുകയാണ് അഡ്വക്കേറ്റ് ടി.ബി. മിനി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് കേസിൻ്റെ വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ജഡ്ജിയെ നിരന്തരമായി ചീത്ത വിളിച്ചിരുന്ന ഈ അഭിഭാഷക ഇപ്പോൾ ജഡ്ജിക്കെതിരെ കേസുമായി ഹൈക്കോടതിയിൽ പോവുക എന്ന് പറയുന്നത് അതിവിചിത്രമായൊരു കാര്യം തന്നെയാണ്. വിചാരണ നടന്ന ഇത്രയും ദീർഘമായൊരു കാലയളവിൽ ഏതാണ്ട് 10 ദിവസമോ മറ്റോ മാത്രമാണ് ഈ അഭിഭാഷക കോടതിയിൽ ഹാജരായിരുന്നത്. അരമണിക്കൂറോ മറ്റോ അവിടെ വന്നിരിക്കുമായിരുന്നു. ഉള്ള സമയത്ത് അവരിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് അന്ന് ജഡ്ജി വിശേഷിപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ടി.ബി. മിനി ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത്. അഭിഭാഷക തന്നെ കുറിച്ച് തൻ്റെ അസാന്നിധ്യത്തിൽ മോശമായ പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ അഡ്വക്കേറ്റ് ടി.ബി. മിനി ഒരുങ്ങുന്നത്. ഈ കേസിലുടനീളം തന്നെ വളരെ വിചിത്രമായ നിലപാടുകളാണ് അഡ്വക്കേറ്റ് ടി.ബി. മിനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോസിക്യൂട്ടർ ഉള്ളപ്പോൾ പിന്നെ എന്താണ് ഒരു അഭിഭാഷക ഇത്തരത്തിൽ ഒരു കേസിലെ അതിജീവിതയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന് ആർക്കും മനസ്സിലായില്ല. കോടതിയിലെങ്ങും തന്നെ ഇവർ വാദിച്ചാൽ നമ്മൾ കാണുന്നതുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അതിജീവിതയുടെ അഭിഭാഷകയായി സ്വയം വിശേഷിപ്പിക്കുക എന്നുള്ള ചോദ്യം അന്ന് അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം, പ്രമാദമായ കേസുകളിൽ പ്രമുഖരായ അഭിഭാഷകർ തന്നെയായിരിക്കും എപ്പോഴും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വരുന്നത്, അല്ലെങ്കിൽ കക്ഷികൾക്ക് വേണ്ടി വാദിക്കാനൊക്കെ തന്നെ എപ്പോഴും എത്തുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അഡ്വക്കേറ്റ് രാമപിള്ളയെ പോലെയുള്ള അതിപ്രഗത്ഭനായ ഒരാളാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്, അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി ഹാജരായത് എന്നിരിക്കെ ഇപ്പുറത്തെ ഭാഗത്ത് അഡ്വക്കേറ്റ് ടി.ബി. മിനിയാണ് അതിജീവിതയുടെ അഭിഭാഷക എന്ന് പറയുന്നതിൽ തന്നെ ഒരു സാങ്കത്യം എന്താണുള്ളതെന്ന് സ്വാഭാവികമായി വരുന്നുണ്ട്. കാരണം പ്രതിഭാഗം അഭിഭാഷകനെ നേരിടേണ്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു അഭിഭാഷകയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. സ്വന്തം ഭാഗത്തു നിന്നുള്ള വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അഭിഭാഷക ഈ ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നാണ് നിയമവിദഗ്ധർ പോലും പറയുന്നത്. കാരണം ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ അഭിഭാഷക ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കോടതിയിലെ ജഡ്ജിമെൻറ്റ് പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ജഡ്ജിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഇതേ അഭിഭാഷക തന്നെ പ്രധാന മലയാളി അവർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജഡ്ജിക്കെതിരെ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിയമവൃത്തങ്ങളിലാകെ തന്നെ ചർച്ചയായ ഒരവസ്ഥ കൂടിയാണ് ഉള്ളത്. കോടതിയിൽ ജഡ്ജിയെ പരസ്യമായി വെല്ലുവിളിക്കുകയും പിന്നീട് പുറത്തിറങ്ങി ജഡ്ജിക്കെതിരെ തന്നെ കേസ് കൊടുക്കാൻ പോവുകയും ചെയ്യുന്ന ഈ ഒരു നടപടി ഇതൊരു വലിയ തമാശയായിട്ടാണ് സത്യത്തിൽ ഇപ്പോൾ നിയമവൃത്തങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്ന വേളയിലാണ് അന്ന് ജഡ്ജി ഈ അഭിഭാഷകയ്ക്ക് എതിരായ പരാമർശങ്ങൾ നടത്തിയിരുന്നത്. ഏതായാലും സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ നേരത്തെ ചാനൽ ചർച്ചകളിലും മറ്റും ഇടപെടാറുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ടി.ബി. മിനി എങ്ങനെയാണ് ഈ കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായി വന്നത് എന്ന് ഇനിയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വിചിത്രമായൊരു കാര്യമായി മാറുന്നത്. കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകരൊക്കെ തന്നെ വാഗ്വാദങ്ങൾ, നിയമപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വാദങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ അഭിഭാഷകയ്ക്ക് അവിടെ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം. അതിജീവിതയുടെ അഭിഭാഷകയാണ് താനെന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളിലും മറ്റും പങ്കെടുക്കുകയും അതുപോലെ ചാനലുകൾക്ക് ബയറ്റ് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടി സാങ്കേതികമായി കോടതിയിൽ ഹാജരായത് തീർച്ചയായും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭിഭാഷകയുടെ പ്രസക്തി എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് അന്ന് ആ കേസിൽ ഉൾപ്പെട്ടിരുന്ന മറിയം റഷീദയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ കോടതിയിൽ 2 അഭിഭാഷകർ എത്തിയത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് കോടതി കർശനമായ നിലപാടിനെ സ്വീകരിച്ച് നിങ്ങൾ ആരാണ് ഇതിൽ വക്കാലത്തുള്ളതെന്ന് തിരക്കിയപ്പോൾ ഒരു അഭിഭാഷകൻ വക്കാലത്തില്ലായിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രമാദമായ കേസുകളുണ്ടാകുമ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന പബ്ലിസിറ്റി തന്നെയാണ് ഇത്തരത്തിൽ ചില അഭിഭാഷകരെ ഇമാതിരി നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം കരുതാൻ. കേരളമാകെ അല്ലെങ്കിൽ ലോകമാകെയുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ ഞാൻ അതിജീവിതയുടെ അഭിഭാഷകയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന പബ്ലിസിറ്റി തന്നെ ആയിരുന്നോ അഡ്വക്കേറ്റ് ടി.ബി. മിനി ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് സ്വാഭാവികമായി ആരെങ്കിലും സംശയിക്കേണ്ടി വരും. മാത്രമല്ല എറണാകുളത്തെ
അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ തന്നെ ഒരുപാട് പ്രമുഖരായ അഭിഭാഷകർ ഉള്ളപ്പോൾ തന്നെ അത്രയൊന്നും അറിയപ്പെടാത്ത സാമൂഹ്യ സേവന രംഗത്ത് മാത്രം അറിയപ്പെട്ടിരുന്ന ടി.ബി. മിനി എങ്ങനെയാണ് ഈ അതിജീവിതയുടെ മാത്രം അഭിഭാഷകയായി മാറിയത് എന്ന് മനസ്സിലാവുന്നില്ല. അതിജീവിത വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളെന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഹൈക്കോടതിയിലെ വലിയൊരു പ്രഗത്ഭനായ വക്കീലിനെ ടി.ബി. മിനിയെക്കാളൊക്കെ തന്നെ സീനിയറായിട്ടുള്ളൊരു അഭിഭാഷകയോ വേണമെങ്കിൽ അവർക്ക് വക്കാലത്ത് കൊടുക്കാൻ വരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു. അപ്പോൾ ഏതായാലും കോടതിയിലെ ജഡ്ജിയുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞതിന് ശേഷം, രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിന് ശേഷം ഇപ്പോൾ അവർക്കെതിരെ തന്നെ പരാതി കൊടുക്കുന്നത് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ.